ജയിൽ മോചനമായതിനു പിന്നാലെ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇനിയും ഷോറൂമുകളുടെ ഉദ്ഘാടനത്തിന് ഹണിറോസിനെ പോലുള്ള സെലിബ്രിറ്റികളെ വിളിക്കാമോ എന്ന ചോദ്യത്തിനാണ് ബോബിയുടെ മറുപടി. തീർച്ചയായും എൻ്റെ ഉദ്ദേശം അന്നും ഇന്നുമൊക്കെ സെലിബ്രിറ്റികളെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷനാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് വിട്ട് വേറൊരു ഉദ്ദേശവുമില്ല. പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുള്ളതായി തോന്നുന്നുണ്ടെന്ന ചോദ്യത്തിന് അങ്ങനെ തനിക്ക് തോന്നുന്നില്ല എന്നാണ് ബോബി പറയുന്നത്. അതിനെക്കുറിച്ച് അറിവില്ലെന്നും ബോബി ചെമ്മണ്ണൂർ വെളിപ്പെടുത്തി. ഈ വിഷയം ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ലെന്നും ബിസിനസ് നന്നായി നടക്കുന്നുണ്ടെന്നും കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സും പോസിറ്റീവായി തന്നെ നിൽക്കുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ഇന്നലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാത്തതിൻ്റെ കാരണവും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളതെന്നും എന്തോ സാങ്കേതികത കാരണങ്ങളാണ് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ഇന്നലെ ഉത്തരവുമായി വരാമെന്ന് പറഞ്ഞെങ്കിലും ആരും വന്നില്ല. പിന്നീടാണ് അറിഞ്ഞത് എന്തോ സാങ്കേതിക പ്രശ്നമാണെന്ന്. ഇന്ന് രാവിലെയാണ് പുറത്തിറങ്ങാൻ സാധിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സഹതടവുകാരുടെ പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും ഒരുപാട് പേരെ സഹായം തേടിയെന്നും അവർക്ക് സഹായം നൽകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നുവെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള കാരണമല്ലെന്നും ബോബി പറഞ്ഞു. ആ വിഷയത്തിന് വേണ്ടിയല്ല ഇന്നലെ ഇറങ്ങാതിരുന്നത്. ഇന്നലെ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ശരിയല്ല. അങ്ങനെ ഒപ്പിടാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല. രേഖാമൂലമുള്ള കാര്യമല്ലേ, അങ്ങനെ നിരസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും ബോബി പറഞ്ഞു. മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. ആളുകൾക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടില്ലെങ്കിൽ മാപ്പ് പറയാൻ യാതൊരു ഈഗോ കോംപ്ലക്സും ഇല്ല. കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും നടി ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് ബോബിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയത്.